കേരളത്തിൽ ഒരു സ്കൂൾ ആരംഭിച്ചത് 1816-ൽ CMS മിഷണറിമാരാണ്. അങ്ങനെ വേദപുസ്തകം ചുമന്നുകൊണ്ട് ഇവിടെ വന്ന മിഷണറിമാർ ഇവിടെ കാലി ചവിട്ടിയപ്പോൾ ഈ കേരളത്തിന് വെളിച്ചമുണ്ടാകുന്ന വിദ്യാഭ്യാസമാണ് ആദ്യമേ അവരിവിടെ നൽകിയത്. അങ്ങനെയെങ്കിൽ ആ വിദ്യാഭ്യാസത്തിന്റെ പിൻഗാമികളായിരിക്കുന്ന കേരള സമൂഹത്തെ ഞങ്ങളൊന്ന് വിളിച്ചു പറയട്ടെ. എത്രയോ നാണക്കേടാണ് ഇവിടുത്തെ സാമൂഹ്യ പ്രവർത്തകരും ഇവിടുത്തെ സർക്കാരും ഇവിടുത്തെ ഗവൺമെന്റും ഇതിനെ കുറിച്ച് കണക്കെടുക്കുമ്പോൾ ഞങ്ങൾ അഭിമാനത്തോടെ വിളിച്ചു പറയുകയാണ്. നിങ്ങളുടെ മുമ്പിൽ നിങ്ങൾ ഘോരഘോരമായി ഈ സംസ്ഥാനത്തിന്റെ പുരോഗതിയെ കുറിച്ച് പ്രസംഗിക്കുമ്പോൾ 25,268 കേസുകൾ ആന്റി ഡ്രഗ്സുമായി ഡ്രഗ്സ് ഉപയോഗത്തിൽ ബന്ധപ്പെട്ടുകൊണ്ട് 2025-ൽ നാർക്കോട്ടിക് വിഭാഗം രജിസ്റ്റർ ചെയ്യപ്പെട്ടു എന്ന് പറയുമ്പോൾ എത്രയോ നാണക്കേടാണ്, എത്രയോ ലജ്ജാകരമാണ് നമ്മുടെ കേരളമെന്ന് നമ്മൾ വിചാരിക്കണം. ഇവിടെയാണ് ഞങ്ങൾ സുവിശേഷത്തെ കുറിച്ച് പറയുന്നത്. ഇവിടെയാണ് ഞങ്ങൾ സുവിശേഷത്തെ ഉയർത്തുന്നത്. മനുഷ്യന് മാറ്റമുണ്ടാകണമെങ്കിൽ സുവിശേഷം അവന്റെ ഉള്ളിൽ ചെല്ലണം. സുവിശേഷം എന്ന് പറയുന്നത് എല്ലാ മനുഷ്യർക്കും വേണ്ടിയിട്ടുള്ള ദൈവത്തിന്റെ നിത്യജീവനാണ്. ഈ ചില ദിവസം കൂടെ കഴിഞ്ഞാൽ ക്രിസ്മസ് വരാൻ പോവുകയാണ്. ഈ കേരളത്തിലെ ക്രിസ്ത്യാനികൾ ഏറ്റവും കൂടുതൽ മദ്യം ഉപയോഗിക്കുന്നത് ക്രിസ്മസിനാണ്. ക്രിസ്ത്യാനി എന്ന് പറയുന്നത് മദ്യം ഉപയോഗിക്കുവാനുള്ള വ്യക്തിയല്ല. ക്രിസ്ത്യാനി എന്ന് പറയുന്നത് മദ്യം ഉപയോഗിച്ച് ക്രിസ്മസ് ആഘോഷിക്കുവാനുള്ള വ്യക്തിയല്ല. ക്രിസ്ത്യാനി പറയുന്ന വ്യക്തി ക്രിസ്തുവിനെ കുറിച്ച് പ്രസംഗിക്കാനുള്ളവരാണ്. അതുകൊണ്ട് കേരളത്തിൽ ക്രിസ്ത്യാനി മദ്യം ഉപയോഗിച്ചുകൊണ്ട് ക്രിസ്മസ് ആഘോഷിക്കുന്നെങ്കിൽ ഞങ്ങൾ വിളിച്ചു പറയുകയാണ്, ഹേ ക്രിസ്ത്യാനിയെ, നീ സ്വർഗത്തിൽ ഒരിക്കലും പോകത്തില്ല. നീ മദ്യം ഉപയോഗിച്ചുകൊണ്ട് ക്രിസ്മസ് ആഘോഷിക്കുന്നുവെങ്കിൽ നീ സ്വർഗരാജ്യം കാണത്തില്ല. സ്വർഗരാജ്യം കാണണമെങ്കിൽ യേശുവിനെ രക്ഷിതാവായി സ്വീകരിക്കണം. യേശുവിനെ രക്ഷിതാവായി സ്വീകരിക്കാത്ത ഒരു വ്യക്തി പോലും സ്വർഗരാജ്യം കാണത്തില്ല. ഞങ്ങൾ ഇവിടെ പ്രസംഗിക്കുന്ന വചനം ആരുടെ മതം മാറ്റുവാനല്ല, ഞങ്ങളൊരു മാർഗമാണ് കാണിച്ചു തരുന്നത്. ആ മാർഗം എന്തെന്ന് ചോദിച്ചാൽ തിന്മയിൽ നിന്നും നന്മയിലേക്ക് പ്രവേശിക്കുവാനുള്ള മാർഗമാണ്. അതുകൊണ്ട് ആരുടെയും മതം മാറ്റുവാൻ വേണ്ടി വന്നവരല്ല ഞങ്ങൾ. ആദ്യം തന്നെ പറയട്ടെ, ഞങ്ങൾ ഇവിടുത്തെ സർവ്വസമൂഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നവരാണ്. ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റുകാർക്കും ഇവിടുത്തെ കോൺഗ്രസുകാർക്കും ഇവിടുത്തെ BJP-ക്കാർക്കും ഇവിടുത്തെ RSSകാർക്കും ഇവിടുത്തെ SDPക്കാർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു കൂട്ടമുണ്ടെങ്കിൽ ഞങ്ങൾ പെന്തക്കോസ്തുകാർ മാത്രമേ ഉള്ളൂ.